നമസ്കാരം. കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ പങ്കെടുക്കരുതെന്ന് അസമിലെ BJP സർക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി. എന്നാൽ ജനങ്ങൾ BJPയെ പേടിക്കുന്നില്ലെന്നും ചരിയാലിയിൽ നടന്ന പൊതുയോഗത്തിൽ രാഹുൽ പറഞ്ഞു. ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നുപോകുന്ന വഴികളിലെ പരിപാടികൾക്ക് സർക്കാർ അകാരണമായി അനുമതി നിഷേധിക്കുകയാണെന്നും കോൺഗ്രസ് പതാകകളും ബാനറുകളും നശിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ അടിച്ചമർത്താമെന്നാണ് സർക്കാർ കരുതുന്നത്. എന്നാൽ ഇത് രാഹുൽ ഗാന്ധിയുടെ യാത്രയല്ല എന്ന് അവർ തിരിച്ചറിയുന്നില്ല. ജനങ്ങളുടെ ശബ്ദത്തിനായുള്ള യാത്രയാണ് ഇത്. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. രാഹുൽ ഗാന്ധിയോ അസമിലെ ജനങ്ങളോ നിങ്ങളെ ഭയപ്പെടുന്നില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് BJPയെ വൻ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തും, രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ യാത്രയിൽ ഞങ്ങൾ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നില്ല. എല്ലാ ദിവസവും 7-8 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം, രാഹുൽ പറഞ്ഞു. രണ്ടാം തവണയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര അസമിൽ പ്രവേശിക്കുന്നത്. അരുണാചൽ പ്രദേശിൽ നിന്ന് ബിശ്വനാഥ് ചരിയാലി വഴിയാണ് യാത്ര അസമിലേക്ക് വീണ്ടും പ്രവേശിച്ചത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമയാണ് അസമിൽ രാഹുൽ തുടർച്ചയായി ലക്ഷ്യമിടുന്നത്. ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്നാണ് ഹിമന്ത ബിശ്വ ശർമയെ രാഹുൽ വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ. തൻ്റെ മുൻ സഹപ്രവർത്തകനും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി തന്നെ ഭയപ്പെട്ടിരുന്നെന്നും ഇപ്പോൾ മകനെ ഭയപ്പെടുകയാണെന്നും ഹിമന്ത പറഞ്ഞു. തൻ്റെ കുടുംബ ബിസിനസ്സുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നത് രാഹുലിൻ്റെ ബാലിശതയാണെന്നും ഹിമന്ത പറഞ്ഞു. നേരത്തെ രാഹുൽ ഗാന്ധി തന്നെ ഭയപ്പെട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിദ്യാർത്ഥിയായ എൻ്റെ മകനെ ഭയപ്പെടുന്നു. എൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ വരില്ല. പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി അവനെ ഭയപ്പെടുന്നത്? ഹിമന്ത ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്നലെ CBI ഡയറക്ടർക്ക് കത്തയച്ചിരുന്നു. മറ്റ് BJP മുഖ്യമന്ത്രിമാരെ അഴിമതി പഠിപ്പിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ത എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയും ഹിമന്തയും തമ്മിലുള്ള പ്രശ്നം ആരംഭിച്ചത്. ഗാന്ധി കുടുംബത്തേക്കാൾ അഴിമതിക്കാരനാകാൻ മറ്റാർക്കും കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണിപ്പൂരിൽ നിന്ന് ജനുവരി പകുതിയോടെ ആരംഭിച്ച കോൺഗ്രസ് യാത്ര ഇപ്പോൾ അസമിലൂടെയാണ് കടന്നുപോകുന്നത്. ജനുവരി 25 വരെയാണ് അസമിൽ ഭാരത് ജോഡോ യാത്ര പര്യടനം. നാളെ രാഹുൽ നടത്താനിരിക്കുന്ന പ്രസ് ക്ലബിലെ വാർത്താസമ്മേളനത്തിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടില്ല. അസമിലെ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ സംഘർഷം. ബസ്സിന് മുന്നിലേക്ക് കൊടികളുമായി എത്തിയ BJP പ്രവർത്തകർക്കിടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിയത് നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കി. രാഹുൽ ഇറങ്ങിയതോടെ സംഘർഷ സാഹചര്യമുണ്ടാവുമെന്ന ആശങ്കയുയർന്നു വന്നു. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ രാഹുലിനെ നിർബന്ധിച്ച് വാഹനത്തിലേക്ക് കയറ്റി. പ്രവർത്തകർക്ക് ഫ്ലൈയിങ് കിസ് നൽകിയ ശേഷമാണ് രാഹുൽ തിരിച്ചുപോയതെന്നാണ് വിവരം. രാഹുൽ ഗാന്ധിയും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമയും തമ്മിൽ വാക്പോര് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ സംഘർഷം. കഴിഞ്ഞ ദിവസം വാഹനങ്ങളുടെ ചില്ലുകൾ BJP പ്രവർത്തകർ തകർത്തുവെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇന്ന് വീണ്ടും സംഘർഷമുണ്ടായി. കൊടികളുമായി എത്തിയ BJP പ്രവർത്തകർ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ആയ ജയറാം രമേശിന്റെ കാർ തടഞ്ഞുവെന്നാണ് ആരോപണം.